അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ പാൻകേക്കാണ് തയ്യാറാക്കുന്നത്. ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് പോലെ നല്ല പൊങ്ങി വരുന്ന പാൻകേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. പാൻകേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മുട്ടയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ 3 മുട്ടയുടെ വെള്ളയും മഞ്ഞയും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. ഈ മഞ്ഞ നമുക്ക് ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ടയുടെ വെള്ള നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റർ തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്കൊരു സ്പൂണോ ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ മുട്ടയുടെ വെള്ളം മാത്രം ആയതുകൊണ്ട് നമുക്കൊരു സ്പൂണോ ഫോർക്കോ അല്ലെങ്കിൽ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും നന്നായിട്ട് പതഞ്ഞ് കിട്ടും. ബീറ്റർ ഇല്ലെങ്കിലും ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് പതഞ്ഞ് കിട്ടും. പിന്നെ നമ്മൾ ഈ മുട്ടയുടെ വെള്ളം എടുത്തിട്ടുള്ള ഈ പാത്രത്തിൽ വെള്ളം അല്ലെങ്കിൽ ഈ മുട്ടയുടെ മഞ്ഞയൊന്നും തീരെ ചേരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മുട്ടയുടെ വെള്ളം നന്നായിട്ട് പതഞ്ഞ് കിട്ടൂല. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് പതഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്നായിട്ട് ചേർക്കരുത്, കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഓരോരോ ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് 3 തവണ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 പ്രാവശ്യമായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് മുട്ടയുടെ മഞ്ഞ എടുക്കാം. ഞാനിപ്പോൾ 3 മുട്ടയുടെ മഞ്ഞ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് ഉടച്ചു കൊടുക്കാം. ഇപ്പോൾ മുട്ടയുടെ മഞ്ഞയൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്ത പാല് ചേർക്കരുത്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്ന പാലാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടങ്ങ് ചൂടാക്കരുത് കേട്ടോ, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ ആ തണുപ്പൊന്ന് മാറി കിട്ടിയാൽ മതി. എന്നിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലിന് പകരം വേണമെങ്കിൽ നമുക്ക് നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കാം. നെയ്യും ബട്ടറൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ചെയ്യുന്ന പോലെ 2 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൈദപ്പൊടി കട്ടകളൊന്നും ഇല്ലാതെ ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മൈദപ്പൊടി ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിയിലാണ് നമുക്ക് വേണ്ടത്. കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കട്ടി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ഈ മഞ്ഞ മിക്സ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ചേർത്തിട്ടില്ല കേട്ടോ, പകുതിയേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒന്നായിട്ട് കുത്തി ഇളക്കരുത്, പതുക്കെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ ഞാൻ ബാക്കിയുള്ള മഞ്ഞയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പതുക്കെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ നന്നായിട്ടങ്ങ് കുത്തി ഇളക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള മുട്ടയുടെ വെള്ളമൊക്കെ പത മാറി വെള്ളം പോലെ ആയിപ്പോവും. മുട്ടയുടെ വെള്ളമൊക്കെ നന്നായിട്ട് പതഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാതെ തന്നെ കേക്ക് നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് നമ്മുടെ പാൻ കേക്കിന് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ പാൻ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാന് ചൂടാവാനായിട്ട് വെച്ച ശേഷം അതിൽ കുറച്ച് ബട്ടർ തടവി കൊടുക്കുന്നുണ്ട്. ബട്ടറോ നെയ്യോ ഓയിലോ ഏതായാലും മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ബട്ടർ തടവിയിട്ടുണ്ട്, കുറച്ച് മതി കേട്ടോ. ആദ്യം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. പിന്നെ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പിന്നെ കുക്ക് ചെയ്തെടുക്കാൻ. നമുക്ക് എത്രത്തോളം വലുപ്പത്തിലാണോ പാൻ കേക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് വലിയൊരു കയ്യിൽ ഒഴിച്ചിട്ട് കുറച്ച് വലുപ്പത്തിൽ തയ്യാറാക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചിട്ട് നല്ല ചെറുതായിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം. ചെറുതായിട്ട് തയ്യാറാക്കിയിട്ട് പാലിലൊക്കെ ഇട്ടിട്ടും കഴിക്കാം കേട്ടോ, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 4 മിനിറ്റ് ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടി വെക്കരുത് കേട്ടോ, തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും. ഇനി ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഞാനിതിപ്പോൾ കുറച്ച് വലുതായിട്ട് തയ്യാറാക്കുന്നതുകൊണ്ടാണ് നമുക്കിത് കുറച്ചധികം സമയം മൂടി വെക്കേണ്ടി വരുന്നത്. കുറച്ച് ചെറുതായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്ന് 2 സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ മാറ്റി വെക്കാം. കേക്കിൻ്റെ ഒക്കെ പോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റും ആണ്. ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം.
നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്നാക്ക് ആയിട്ടൊക്കെ കഴിക്കാം. മൈദപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും തയ്യാറാക്കാം. പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ ടിഫിൻ ബോക്സിലും വെച്ച് കൊടുക്കാൻ നല്ലതാട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ കഴിക്കാനും നല്ല എളുപ്പമായിരിക്കും. ഇപ്പോൾ നമ്മുടെ പാൻ കേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ട്. കേക്ക് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒറ്റയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ തേനോ അതുപോലെ എന്തെങ്കിലും സിറപ്പോ സോസൊക്കെ ചേർത്തിട്ടും കഴിക്കാം. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ അതുപോലെ നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.